എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയെ ഡോഫ്ലമിംഗോയുടെ ക്ലോണും അതുപോലെ ആ ബെലമയും അവർ രണ്ടുപേരും ചേർന്ന് അറ്റാക്ക് ചെയ്യാണ്. ലൂഫി ആ ക്ലോണിനെ ചവിട്ടി തെറിപ്പിച്ച് ഇപ്പൊ ബെലമയുടെ സ്ക്വാഡ് അത് അവന്റെ സ്ട്രിങ്ങിന് നേരെ അങ്ങനെ നീട്ടുകയാണ്. ആ സ്ക്വാഡ് ആണെങ്കിൽ സ്ട്രിങ്ങിൽ വന്ന് അടിക്കും, പക്ഷെ സ്ട്രിങ്ങിന് ഒരു പോറൽ പോലും ഏൽക്കില്ല. ലൂഫിക്ക് മനസ്സിലാവും ഇത് അത്ര എളുപ്പത്തിലൊന്നും തകർക്കാൻ കഴിയില്ല. മാത്രമല്ല ഇവറ്റുകളോട് ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, കാരണം ഇവർ രണ്ടുപേരും ഫേക്കാണ്. സോ എത്രയും വേഗം ആ റിയൽ ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് പോകണം. അതിനു മുൻപ് ഈ സ്ട്രിങ് തകർക്കണമെന്ന് പറഞ്ഞ് സെക്കൻഡ് ഗിയറിലേക്ക് പോയി അവന്റെ കൈ അതങ്ങനെ വീർപ്പിക്കും. അതിനുശേഷം ഓർണമെന്റ് ഹോക്കി പവർ അതിൽ ഉപയോഗിക്കുകയാണ്. അടുത്ത നിമിഷം ആ സ്ട്രിങ് അതങ്ങനെ പൊട്ടി തകരും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് മുകളിൽ ഫൈറ്റ് ചെയ്യുന്ന ട്രഫാൽഗർ ലോയെയും ഡോഫ്ലമിംഗോയും കാണിക്കും. അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ നമ്മുടെ ബ്രദറിനും ട്രഫാൽഗർ ലോയ്ക്കും ഇടയിലുള്ള സ്നെയിലിൽ ഒരു കോള് വരികയാണ്. ട്രഫാൽഗർ ലോ ആണെങ്കിൽ കോള് വരുന്ന കാര്യം പറയും. ആളാണെങ്കിൽ ഉടനെ ഫോൺ എടുക്കുകയാണ്. അപ്പോഴായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുക. അത് മറ്റാരുമല്ല, അവന്റെ സ്വന്തം ജ്യേഷ്ഠൻ സാക്ഷാൽ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ട്രഫാൽഗർ ലോ അവൻ നിന്റെ കൂടെ ഉണ്ടോ ചോദിക്കും. അതിന് നമ്മുടെ ബ്രദർ അവൻ നൈസായിട്ട് 3 തവണ കൊട്ടി കൂടെ ഉണ്ട് എന്ന് അറിയിക്കും. ഡോഫ്ലമിംഗോ ഇപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും, നീ അവനെ നല്ല ഡോക്ടറിനെ കാണിച്ചോ? അവന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്തോ? അതിനില്ല എന്ന് 2 തവണ കൊട്ടി അവനിപ്പോ അവന്റെ ചേട്ടൻ ഡോഫ്ലമിംഗോയെ അറിയിക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ തീർത്തു പറയും, ഇനി നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, എത്രയും വേഗം കപ്പലിലേക്ക് തിരികെ വരണം. ആവശ്യമായിട്ടുള്ള സഹായം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചെയ്തു കൊടുക്കാം. മാത്രമല്ല ആ ഹോപ്പി ഡെവിൾ ഫ്രൂട്ട് അതാ പൈററ്റ്സ് വലിയ വിലയ്ക്ക് നേവിക്കാർക്ക് വിൽക്കാൻ പോവാണ്. മണ്ടന്മാർക്ക് അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല. പക്ഷെ കുഴപ്പമില്ല, ആ ഡെവിൾ ഫ്രൂട്ട് അത് നമ്മൾ സ്വന്തമാക്കും. നമ്മൾ സ്വന്തമാക്കിയതിന് ശേഷം നിനക്ക് ഞാനത് ഭക്ഷിക്കാനായിട്ട് തരും. ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ അത് നിനക്ക് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല. ട്രഫാൽഗർ ലോയെ നിന്നെ കൊണ്ട് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് സുഖമാക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഡോഫ്ലമിംഗോയെ കാണിക്കും. അവനാണെങ്കിൽ ടെററായിട്ട് ചിരിക്കുകയാണ്. കാരണം ഇപ്പൊ 6 മാസക്കാലമായിട്ട് അവരെ നേവി ഫോളോ ചെയ്യുന്നില്ല. ഈ 6 മാസമായിട്ട് അവരുടെ കൂടെ അവന്റെ ബ്രദറും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നേവിയിലെ സ്പൈ അതെന്റെ ബ്രദർ ആയിരിക്കുമോ എന്നവന് ചെറിയൊരു ഡൗട്ട് തോന്നും. അങ്ങനെ അവൻ പാടില്ല, ഇത് വെറും ഒരു കോയിൻസിഡന്റ് മാത്രം ആവണേന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ അവനെ തന്നെ സമാധാനിപ്പിക്കും. കാരണം ഡോഫ്ലമിംഗോയ്ക്ക് അവന്റെ ബ്രദറിനെ അത്രയേറെ ഇഷ്ടമാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബ്രദർ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ട്രഫാൽഗർ ലോയെ എടുത്തു കറക്കി ഒരുപാട് സ്നേഹത്തിൽ അവനോട് പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മെഡിക്കൽ മിറാക്കിൾ അത് നിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോവാണ്. ആ ലോഹി ഫ്രൂട്ട് അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല, അതുപയോഗിച്ച് ഏത് അസുഖവും ഈസി ആയിട്ട് മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ട്രഫാൽഗർ ലോയെ ആശ്വസിപ്പിക്കും. പക്ഷെ ലോയ്ക്കാണെങ്കിൽ അപ്പോഴും അതിലൊന്നും ഒട്ടും വിശ്വാസം തോന്നില്ല. ബ്രോ ആണെങ്കിൽ അവനോട് പറയും, നിന്റെ പപ്പ ഓൾറെഡി ഒരു ഫേമസ് ഡോക്ടറല്ലേ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ ആ ഒരു ഫ്രൂട്ട് അത് നീ കഴിക്കുകയാണെങ്കിൽ നിനക്ക് തന്നെ ഇതിനുള്ള മരുന്നും സൊല്യൂഷനൊക്കെ കണ്ടെത്താൻ കഴിയും. പക്ഷെ അതിനായിട്ട് നമ്മൾ ഒരിക്കലും ഡോഫ്ലമിംഗോ ടീമിൽ ഇനിയും ചേരാൻ പോകുന്നില്ല. ഡോഫ്ലമിംഗോ അവൻ ഓൾറെഡി എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അത് മാത്രമല്ല ആ ഒരു ഡെവിൾ ഫ്രൂട്ട് അതവൻ കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നോടാണ്. അവൻ അറിയാം എനിക്ക് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടെന്ന്. സോ ഇതും കൂടെ ഞാൻ കഴിച്ചാൽ എനിക്ക് മരണം സംഭവിച്ച് ആ എറ്റേണൽ ലൈഫ് അത് അവന് കിട്ടും. അതാണ് അവന്റെ ഏക ചിന്ത. ബ്രദർ ഉടനെ ഇപ്പോ ആ സെൻഗോക്കെ കോണ്ടാക്ട് ചെയ്ത് ആ ഡോഫി ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് ചോദിക്കും. അത് ചോദിക്കേണ്ട താമസം സെൻഗോക്ക് ഷോക്ക് ആവുകയാണ്. നിനക്കെങ്ങനെ ഇതിനെ കുറിച്ച് അറിയാം? ഇത് നേവിയിൽ തന്നെ വളരെ ടോപ്പ് ഒഫീഷ്യൽസിന് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് ആണ്, അതെങ്ങനെ നീ അറിഞ്ഞു? അതിന് ബ്രദർ പറയും, ഈ കാര്യം ഓൾറെഡി എന്റെ ബ്രദർ ഡോഫ്ലമിംഗോ അറിഞ്ഞു കഴിഞ്ഞു, എനിക്ക് ആ ഡെവിൾ ഫ്രൂട്ട് വേണം. സോ ആ ഡെവിൾ ഫ്രൂട്ട് കൈവശം വെച്ചിരിക്കുന്ന പൈററ്റ്സ് ടീം അവരെവിടെയാണ് ഉള്ളതെന്ന് എത്രയും വേഗം എനിക്ക് പറഞ്ഞു തരണം. അതിന് സെൻഗോക്കു ആണെങ്കിൽ റുബക്ക് എന്ന് പേരുള്ള ഒരു ഐലാൻഡിന്റെ പേര് പറഞ്ഞു കൊടുക്കും. അത് വെച്ചാണ് ആ ഒരു ട്രേഡ് അത് നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ട്രേഡ് നടക്കുന്നതിന് 2-3 ദിവസം മുൻപ് തന്നെ ആ പൈററ്റ്സ് ടീം അവരവിടെ എത്താൻ ചാൻസ് ഉണ്ട്. ബ്രദർ ഹാപ്പിയായി കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ട്രഫാൽഗർ ലോ അവൻ അങ്ങനെ ബോധം കെട്ട് താഴെ കിടക്കുന്നത് കാണുക. ആളാണെങ്കിൽ ഷോക്കായിട്ട് അവന്റെ അടുത്തേക്ക് ഓടി വരും. നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് അവനെ ടച്ച് ചെയ്യും. അവനാണെങ്കിൽ ഭയങ്കര ഫീവർ, എത്രത്തോളം വേദന സഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ ബ്രദറിന് മനസ്സിലാവും. 2 ആഴ്ച എനിക്ക് വേണ്ടി നീ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് ബ്രദറാണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ബ്രദർ ഇപ്പൊ ലോയം താങ്ങിയെടുത്ത് അവന്റെ ബോട്ടിൽ യാത്ര ആരംഭിക്കും.
ബ്രദർ ആണെങ്കിൽ അവനോടൊരു കാര്യം തീർത്ത് പറയും, ആ ഒരു ലോഫി ഫ്രൂട്ട് അത് നമ്മൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ ഡോഫ്ലമിംഗോയും ടിവിക്കാരും പൈററ്റ്സും അങ്ങനെ എല്ലാവരും നമുക്കെതിരെ തിരിയും. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അങ്ങനെയുള്ള സമയത്ത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ട്രഫാൽഗർ ലോയും നമ്മുടെ ബ്രോയും അവർ രണ്ടുപേരും ആ OP ഡബിൾ ഫ്രൂട്ട് അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് ഒരു ദ്വീപ് ലക്ഷ്യമാക്കി പോവാണ്. അവിടെയാണ് ആ OP ഡബിൾ ഫ്രൂട്ട് അത് കൈവശം വെച്ചിരിക്കുന്ന പൈററ്റ്സ് ഉള്ളത്. അവരുടെ കയ്യിൽ നിന്ന് ഫൈറ്റ് ചെയ്തോ അവരെ തകർത്തോ എന്ത് വില കൊടുത്തും ആ ഡബിൾ ഫ്രൂട്ട് അത് സ്വന്തമാക്കണം. അത് മാത്രമാണ് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ. ബ്രോ ആണെങ്കിൽ അവിടെ മുഴുവൻ ബൈനോക്കുലർ എടുത്ത് ചെക്ക് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് ഒരു പൈററ്റ് കപ്പൽ കാണും. ആക്ച്വലി ഈ പൈററ്റ് ടീമിന്റെ ഹെഡ് അവൻ മുൻപ് ഒരു നേവി ഓഫീസർ ആയിരുന്നു. സെൻഗോക്കു പറഞ്ഞതുപോലെ തന്നെ അവനാണെങ്കിൽ അവിടെ മുഴുവൻ ശ്രദ്ധിക്കും. അപ്പൊ ദൂരത്തായിട്ട് മറ്റൊരു നേവി കപ്പൽ അവന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. ബ്രോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ആ നേവിക്കാർക്ക് ഇവൻ ആരാണ് എന്താണെന്ന് അറിയില്ല. സോ അവരുടെ കണ്ണിൽ പെട്ടാൽ തീർച്ചയായിട്ടും നേവിക്കാര് ഇവനെ ആളറിയാതെ അറ്റാക്ക് ചെയ്യും. ഡോഫ്ലമിംഗോയുടെ കയ്യിൽ പെട്ട ഡോഫ്ലമിംഗോയും ബ്രോ അവന്റെ സ്വന്തം ബ്രദറാണെന്ന് പോലും നോക്കാതെ അവനും ഇവനെ കൊല്ലും. സോ എങ്ങനെയെങ്കിലും നൈസായിട്ട് ഈ രണ്ടു കൂട്ടരുടെയും കണ്ണിൽ പെടാതെ ആ ഒരു ഡബിൾ ഫ്രൂട്ട് അത് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് അവനിപ്പോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. അവനാണെങ്കിൽ ഇപ്പൊ ലോയം കൂട്ടി നൈസായിട്ട് ആ ഐലാൻഡിലേക്ക് കടന്നു വരും. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ടൊരു ബാറിൽ ആ പൈററ്റ് ടീം അവരിരുന്ന് വെള്ളം അടിക്കുകയാണ്. ആ ഡബിൾ ഫ്രൂട്ട് അവരുടെ കയ്യിൽ തന്നെ കാണും. ഒരു കാരണവശാലും ഡോഫ്ലമിംഗോയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ആ ബാർ ലക്ഷ്യമാക്കി നടന്നടുക്കുകയാണ്. ആ ഡേയ്സ് പൈററ്റ്സ് ടീമാണെങ്കിൽ ഇപ്പൊ ആ ഡബിൾ ഫ്രൂട്ടിലേക്ക് തന്നെ നോക്കും. അവരാണെങ്കിൽ പരസ്പരം അത് നോക്കി ചിരിക്കുകയാണ്. 500 മില്യൺ ബെറീസ് ആണ് ഈ ഒരു ഡബിൾ ഫ്രൂട്ടിന് ഗവൺമെന്റ് നമുക്ക് തരുന്ന വില എന്ന് പറഞ്ഞ് അവർ ചിരിക്കും. ഇത് വെറും ഒരു നിസ്സാര ഡബിൾ ഫ്രൂട്ടാണ്, ഇതിനാരെങ്കിലും ഇത്രയും പണമൊക്കെ തരുവാൻ ചോദിച്ച് അവരിപ്പോ പരസ്പരം ആ ഡബിൾ ഫ്രൂട്ടിനെ നോക്കി പരിഹസിക്കുകയാണ്. പക്ഷെ ഡെയിൻ അവന് നന്നായിട്ട് അറിയാം ആ ഡബിൾ ഫ്രൂട്ട് അതേതെങ്കിലും ഒരു ഡോക്ടർ കഴിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ വേറെ ലെവലാവും. വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഡബിൾ ഫ്രൂട്ട് അത് കഴിച്ചത് ഒരു ലെജൻഡറി ഡോക്ടറാണ്. അദ്ദേഹം ഈ ഒരു ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം ഒരുപാട് റയർ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ അദ്ദേഹം ട്രീറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട്. ലോകത്തിൽ തന്നെ നമ്പർ 1 ഡോക്ടറായിട്ട് അദ്ദേഹത്തെ പിന്നെ അറിയപ്പെട്ടു. സോ ഈ ഒരു ഡബിൾ ഫ്രൂട്ട് അത് അവരുടെ കയ്യിൽ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് അത് വിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത്. കട്ട് ചെയ്ത ഇവിടെ ബ്രോയാണെങ്കിൽ ട്രഫാൽഗർ ലോയെ സേഫ് ആയിട്ടൊരു സ്ഥലത്തിരുത്തും. അതിനുശേഷം ആ ഒരു ഡബിൾ ഫ്രൂട്ട് കളക്ട് ചെയ്യാൻ ബാറിനകത്തേക്ക് വരികയാണ്. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ ബ്രോയെ കാണുമ്പോൾ ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ തോന്നും. കാരണം ഇതുവരെ അവന്റെ പാരന്റ്സിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഇത്രയും സ്നേഹം അവൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സെക്കൻഡ് അവൻ പഴയ ചില മെമ്മറീസിലേക്ക് പോകും. ലോയെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും വേണ്ടി നമ്മുടെ ചെക്കൻ അവൻ ചെയ്തു കൂട്ടിയ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അന്നൊന്നും ലോയ്ക്ക് അത് ആസ്വദിക്കാനോ ഇഷ്ടപ്പെടാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ലോയാണെങ്കിൽ അവനെ കളിയാക്കും. നിന്റെ ഈ പവറും കഴിവൊന്നും ഒന്നിനും കൊള്ളില്ല, ഇതിനെ കഴിഞ്ഞ് നല്ലത് ബേബി ഫൈ ആണ്, അവളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് അവനിപ്പോ ബ്രോയെ കളിയാക്കും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രോയ്ക്ക് ഒരുപാട് വിഷമാവും. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മുടെ ട്രഫാൽഗറിലോ അവൻ പതിയെ ഉറങ്ങാൻ തുടങ്ങുകയാണ്. അടുത്ത നിമിഷം ആ ബാറിൽ ഒരു വലിയ പൊട്ടിത്തെറി. ആ വലിയ ശബ്ദം കേട്ട് ലോയാണെങ്കിൽ അവിടേക്ക് നോക്കും. ബാറിലുള്ള എല്ലാവരും പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. പൈററ്റ്സ് ആണെങ്കിൽ ആരാണ് അവരെ അറ്റാക്ക് ചെയ്തതെന്ന് അറിയാനായിട്ട് പുറത്തേക്ക് ഓടി വരും. ഉടനെ നമ്മുടെ ബ്രോ അവൻ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം തന്നെ തകർക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ അവർക്ക് ഇരുട്ടിൽ ആരാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അവരവിടേക്കും ഇവിടേക്കും ചിതറി ഓടാനായിട്ട് തുടങ്ങും. ബ്രോ ആണെങ്കിൽ ആ ഗ്യാപ്പിൽ ചാടി വന്ന് ആ DS പൈററ്റിന്റെ മുഖത്ത് ആഞ്ഞടിക്കും. അവന്റെ കയ്യിൽ നിന്ന് ആ ഡെവിൾ ഫ്രൂട്ട് തെറിച്ചു പോവും. അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് നമ്മുടെ ബ്രോ അവൻ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഡെവിൾ ഫ്രൂട്ട് അത് ട്രഫാൽഗറിലോടെ കയ്യിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് അവൻ എടുത്തു ചാടി ഓടും. പക്ഷേ കാല് തട്ടി അവൻ തെറിച്ച് വീഴാണ്. അവൻ പതിയെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കും. അപ്പം അവൻ കാണും ആ DS പൈററ്റ്സ് അവരങ്ങനെ അവനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യിൽ ഡബിൾ ഫ്രൂട്ട് കാണും. അവർക്ക് മനസ്സിലാവും ഇതെല്ലാം ഒപ്പിച്ച് ഈ ഡബിൾ ഫ്രൂട്ട് അത് മോഷ്ടിച്ചത് ഈ ബ്രോ ആണെന്ന്. അവർ ഗണ്ണൊക്കെ വെച്ച് ഇപ്പൊ അവനെ പോയിന്റ് ചെയ്ത് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലോ അവനാണെങ്കിൽ ആ കൊടും തണുപ്പത്ത് ഇപ്പൊ ബ്രോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതേസമയം ഇവിടെ ചോര തുളുമ്പി ആരോ ഒരാൾ കടന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.